വാർത്തയിലെ താരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീറും വാശിയും അത്യന്തം ആവേശവും നിറഞ്ഞ ഫൈനൽ മത്സരത്തിനൊടുവിൽ 7ാം തവണ സന്തോഷ് ട്രോഫി കിരീടം ചൂടിയ കേരള ടീമിന്റെ ഗോൾവല കാത്ത മുഴപ്പിലങ്ങാട് സ്വദേശി വി മിഥുനാണ് വാർത്തയിലെ താരത്തിന്റെ ഈ അധ്യായത്തിലെ അതിഥി. വാർത്തയിലെ താരത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ആ ഒരു വീറും വാശി എന്ന് പറഞ്ഞ ആ മത്സരത്തെ കുറിച്ചല്ല. കാരണം ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആരെയും അത്രത്തോളം ആവേശത്തിലെത്തിച്ച ഒരു ഫൈനൽ, യഥാർത്ഥ ഒരു ഫൈനൽ തന്നെയായിരുന്നു. എന്താണ് ആ മത്സരത്തെ കുറിച്ച് ഇപ്പോൾ പറയാൻ? തീർച്ചയായിട്ടും അത്രയും വാശിയുള്ള മത്സരം തന്നെയായിരുന്നു. പിന്നെ ആദ്യം തന്നെ കാണികളൊരു എന്താ പറയുക, അത്രയും കാണികളുണ്ടായിരുന്നു. നമ്മൾ എല്ലാ മത്സരത്തിനെക്കാട്ടി കൂടുതൽ കാണികൾ അതിൻ്റെ അകത്തായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാണികളെ ആർപ്പുവിളിയും അതും ഭയങ്കര ഒരു ഊർജ്ജം തന്നിട്ടുണ്ട്. പിന്നെ മാച്ചിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത്രയും ബംഗാളായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ രണ്ടാമത്തെ കളി ഏറ്റുമുട്ടിയിരുന്നു. നമ്മൾ 2 ഗോളിന് ജയിച്ചിരുന്നു. പക്ഷേ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ബംഗാളായിരുന്നില്ല, ഭയങ്കര മാറ്റം വന്നു അവരുടെ കളിയിലും. അതുപോലെ തന്നെ അവർ ആ ക്രൗഡുമായിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ആ ഫുൾ സ്റ്റേഡിയത്തിലായിരുന്നു അവരുടെ ഫസ്റ്റത്തെ കളി ഉണ്ടായത്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ആയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ എത്തുമ്പോൾ അവർ ആ ഒരു ബംഗാളല്ല നമ്മൾ ഫൈനലിൽ നേരിട്ട് എന്തായാലും. അപ്പോൾ അത്രയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നു ബംഗാളിന്. പിന്നെ നമുക്ക് കുറേ ചാൻസ് കിട്ടി ഗോളടിക്കാൻ പറ്റാത്തതിൽ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. ഫസ്റ്റ് 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അവർ ഗോളടിച്ചു. ആ ഗോളടിച്ചപ്പോൾ അത്രയും ആ 30,000 കാണികളുള്ള സ്റ്റേഡിയം ആ ഒറ്റ ഗോളിൽ നിശബ്ദമായി പോയി. ഒരൊറ്റ സൗണ്ട് കേൾക്കുന്നില്ല. ചോദിക്കായിരുന്നു, അതായത് എങ്ങനെയായിരുന്നു ഇത്രയും കാണികളുണ്ട്, അപ്പോൾ ആ ഒരു ഈ കാണികളുടെ സപ്പോർട്ട് ഉണ്ട്, അതിന് പുറമെ ഈ കളിയിലെ സമ്മർദ്ദമുണ്ട്, എങ്ങനെയായിരുന്നു അതൊക്കെ കൂടി നിയന്ത്രിച്ചത്? കാരണം ഗോൾ വല കാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മറ്റുള്ളവരൊക്കെ അധ്വാനിക്കുന്നതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഗോൾ കീപ്പർ കയ്യിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും കാണികളെ സമ്മർദ്ദം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളാ ഗ്രൂപ്പിൽ 4 കളി 5 കളി കളിച്ചപ്പം നമ്മൾ ഏറ്റവും വലിയ ശക്തി കാണികൾ തന്നെയായിരുന്നു. കാരണം കാണികൾ നമ്മൾ ഓരോ ബോൾ ടച്ച് ചെയ്യുമ്പോൾ കാണികൾ ആ കോളിയും ഊർജ്ജവും ഭയങ്കര തന്നെ, നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി ഭയങ്കര തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റത്തെ ആ ഗോൾ അവരടിച്ചപ്പം കാണികൾക്ക് കുറച്ച് ടെൻഷനായി. ലാസ്റ്റ് ഒരു 115 മിനിറ്റ് എല്ലാം ആകുമ്പം കുപ്പിയെല്ലാം ഇടാൻ തുടങ്ങി ഗ്രൗണ്ടിലേക്ക്. കാണികളൊരു വിഷമം കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ഗോൾ അടിച്ചപ്പോൾ 116-ാമത്തെ മിനിറ്റിൽ ഷഫ്നാദ് ആ ഗോൾ അടിച്ചപ്പം ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു അനുഭവമാണ് കിട്ടിയത്. അത്രയും കാണികൾ ആ സൗണ്ട് നമ്മൾ ആ നടുക്ക് നിൽക്കുമ്പോൾ എന്താ പറയാ, രോമാഞ്ചം വന്ന് പറഞ്ഞില്ല, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര അത് ആ ഒരു ഇതുവരെ അത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അത്രക്കൊരു ഇതായിരുന്നു അത്. ഈ കാണികളെ കുറിച്ച് പറഞ്ഞോണ്ട്, ഈ മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ഈ ഒരു മത്സരം കിട്ടിയതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം ഫുട്ബോളിന്റെ മെക്ക മലപ്പുറം എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ആടെ അധികം കളിക്കാൻ പോകാത്തതുകൊണ്ട് ഇപ്പൊ കണ്ണൂർ മലപ്പുറം ഏകദേശം കണ്ണൂർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ നമ്മളവിടെ ഫസ്റ്റ് മഞ്ചേരി ഹോട്ടലിലേക്ക് പോകുന്ന ദിവസം തന്നെ അവിടെ ഇറങ്ങി ഭയങ്കര സ്വീകരണം. നമ്മളെല്ലാം പൊക്കി കൊണ്ടുപോയി നേരെ റൂമിലേക്ക്. ഭയങ്കര എന്താ പറയുക, അത്രയ്ക്ക് സ്വീകരണം, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്വീകരണമായിരുന്നു കാണികൾ ഭാഗത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ അവിടെ നോമ്പിൻ്റെ കാലമായിരുന്നല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ വൈഫും മോളും അച്ഛനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും. അപ്പോൾ അവർ ഗാലറിയിലാണ് ഫസ്റ്റത്തെ കളിയിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ അവർ ബത്തക്കയും അതുപോലത്തെ എല്ലാം ഇവർക്ക് കൊടുത്തപ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷം. ഇവരിങ്ങനെ ഭയങ്കര സ്നേഹം അവർക്ക് ഫുട്ബോളിനോട്. അവര് ഈ ഫസ്റ്റ് മുതൽ തന്നെ ഈ ഒരു സ്നേഹവും നിങ്ങളോട് അതൊക്കെ കാണും. അപ്പൊ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു ഈ കപ്പ് നേടണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു? തീർച്ചയായിട്ടും കപ്പ് എന്തായാലും നേടുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ നാട്ടില് അതും മലപ്പുറത്ത് കളി നടക്കുമ്പോൾ നമ്മള് കപ്പ് നേടിയിട്ടില്ലേ, അതൊരു മോശമല്ലേ.
പിന്നെ അതല്ല വിജയേട്ടല്ല ഈ വിജയെല്ലാം ലാസ്റ്റ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്. കാരണം അവർക്ക് സന്തോഷ് ട്രോഫി മലപ്പുറത്ത് ജനങ്ങളുടെ മുന്നിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ കളി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ മലപ്പുറത്ത് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നടക്കുന്നത്. അപ്പൊ ഈ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മലപ്പുറത്ത് കളിക്കണം അല്ലെ? തീർച്ചയായിട്ടും മലപ്പുറത്ത് ജനങ്ങൾ എന്ന് വെച്ചാൽ ഫുട്ബോൾ ജീവനാ വരെ. അപ്പൊ അവിടെ കളിക്കാൻ പറ്റിയാൽ നമ്മളെ ഓരോ പ്ലേയേഴ്സിനും അതിപ്പോ നമ്മൾ ഫസ്റ്റ് ലെവലിൽ കളിച്ചതാണെങ്കിലും പുറത്തിരിക്കുന്നതാണെങ്കിലും എല്ലാവരും പേരും ഡീറ്റെയിൽസും അവർക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരെയും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. തോൽവി അറിയാതെയാണ് ഫൈനലിലേക്ക് എത്തിയത്. അപ്പൊ അതിന്റെ ഒരു ഊർജ്ജം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഫൈനൽ മത്സരത്തിൽ. അതെങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റത്തെ കളി 5 ഗോളിന് ജയിക്കുന്നു. രണ്ടാമത്തെ കളി ബംഗാളിനെ അടിച്ചപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ബംഗാളും കേരളമാണ് ബെസ്റ്റ് ടീം എന്നാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിൽ ബംഗാളിന് നമ്മൾ 2 ഗോളിന് അടിച്ചപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ പിറ്റത്തെ കളി നമ്മൾ ജയിച്ചാൽ ക്വാളിഫൈ ആവുകയാണ്. ഒരു കളി ബാക്കി നിൽക്കുക നമ്മൾ സെമിയിലേക്ക് ക്വാളിഫൈ ആയിരുന്നു. പക്ഷെ ആ കളി നമുക്ക് എന്താ പറയുക മേഘാലയയിൽ എടുക്കുന്ന ശക്തമായ ഒരു പ്രതിരോധം തന്നെയാണ് വന്നത്. 2018 ടീമിലും ഉണ്ടായിരുന്നു. അന്നും കിരീടം നേടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് കിരീടം നേടുന്നത്. അപ്പൊ അന്നത്തെ നേട്ടത്തെക്കാൾ കൂടുതൽ ഇത്തവണത്തെ നേട്ടമാണോ കൂടുതൽ സന്തോഷം പകരുന്നത്? എങ്ങനെയാണ് സന്തോഷം? 2018 ഇതേപോലെ ബംഗാളിന്റെ അപ്പുറം തന്നെയായിരുന്നു കളി. അത് ബംഗാളിൽ വെച്ചിട്ട് അതിൽ പെനാൾട്ടിയിൽ 2 പെനാൾട്ടി തടുക്കാൻ പറ്റി. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇപ്രാവശ്യത്തെ ജയം വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ കാണികളെ മുന്നിൽ നമ്മളെ ഗ്രൗണ്ടിൽ അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, വൈഫ്, മോള്, അനിയൻ, ചങ്ങായിമാർ എല്ലാവരും മുന്നിൽ കപ്പടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ കൂടുതലൊരു സന്തോഷം ഇനി കിട്ടാനില്ല. ഇനി ഇതേപോലത്തെ ഒരു അവസരം കിട്ടാനും ചാൻസ് ഇല്ല. ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ ഒരു നിർണായക ഘടകം തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ? മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു? സമ്മർദ്ദം ഉണ്ടായിരുന്നു? ഗോൾ കീപ്പർക്ക് സമ്മർദ്ദം ഉണ്ടാവും. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മളെ കാണികളുടെ മുന്നിൽ കളിക്കുമ്പോൾ അത്ര സമ്മർദ്ദം ഉണ്ടായില്ല. കാരണം നമ്മളെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ ഗെയിം എന്ന് വെച്ചാൽ ഗോൾ കീപ്പറായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം കളിയിൽ എപ്പോൾ ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കളി എന്തായാലും ജയിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പിന്നെ ബംഗാളുമായിട്ട് 2018 നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിലും കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ജയം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പെനാൾട്ടി ആയപ്പോൾ ഉറപ്പായിരുന്നു ഒന്ന് തട്ടാൻ പറ്റുന്നു. പക്ഷെ എന്തോ നമ്മളെ വായം കൊണ്ടൊന്ന് പുറത്തടിച്ചു അവര്. പിന്നെ ഇപ്പൊ പറഞ്ഞു വിജയം ഉറപ്പാണെന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ അത്രത്തോളം ആത്മവിശ്വാസം പകരാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കപ്പ് നേടാൻ പറ്റും എന്നുള്ള ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിന്റെ കൂടെ നേരത്തെ കളിച്ചിട്ടുള്ള ഒരു പരിചയമുണ്ട്. അങ്ങനെ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു? ഘടകങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ എറണാകുളത്താണ് കളിച്ചത്. പക്ഷെ അതത്ര തൃപ്തിയായിട്ടില്ല. നമുക്ക് പ്ലേയേഴ്സിനാണെങ്കിലും കോച്ചിനാണെങ്കിലും അതുപോലെ തന്നെ കാണികൾക്കാണെങ്കിലും നമ്മളെ കളി അത്ര തൃപ്തിയായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള പ്രാക്ടീസ് തുടങ്ങി. നമ്മൾ ലാസ്റ്റ് മാച്ച് നമ്മൾ ISL പ്ലേയേഴ്സ് ഓൾ സ്റ്റാർ ടീമായിട്ട് കളിച്ചു. അത് നമ്മൾ 6 ഗോളിന് ജയിച്ചു. അത് നല്ല കളി കളിച്ചു. എന്നിരുന്നാൽ കൂടി നമ്മൾ ആ ഫസ്റ്റ് റൗണ്ടിലെത്താൻ എന്തായാലും മനസ്സിലുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളെ കളി. കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ കളി നമ്മൾ രാജസ്ഥാനായിട്ട് 5 ഗോളിന് ജയിച്ചപ്പോൾ തന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ എല്ലാവർക്കും ഒരു ഒത്തൊരുമ വന്നു. എല്ലാവർക്കും പരസ്പരം സഹായിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും എല്ലാവരും പരസ്പരം അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബോണ്ടായി. എല്ലാവരും ഒരാളിപ്പം ബോൾ ഇടുമ്പോൾ അയാൾ എവിടെ പോകണം, കറക്റ്റ് ഒരു ബോണ്ടായി ടീം. അപ്പം ഭയങ്കര കോൺഫിഡൻസ് ആയി. നമ്മളിപ്പോൾ തലേദിവസത്തെ പ്രാക്ടീസിൽ മാച്ചിൻ്റെ തലേദിവസത്തെ പ്രാക്ടീസിൽ നമ്മൾ മറ്റേ ടീം എങ്ങനെയാണോ കളിക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെ അവരെ ശൈലി എങ്ങനെ പൊട്ടിക്കാം, നമുക്ക് അവരെ ഗോൾ അടിപ്പിക്കാണ്ട് എങ്ങനെ നിൽക്കുക, അങ്ങനത്തെ എല്ലാം കറക്റ്റായിട്ട് കോച്ച് വാച്ച് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതുപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഒത്തൊരുമയ്ക്ക് കാരണം. പിന്നെ അതുപോലെ തന്നെ പെനാൾട്ടി ആണെങ്കിൽ തന്നെ നമ്മൾ ഫൈനൽ റൗണ്ടിലെത്തി. സെമി എത്തിയ മുതൽ നമുക്കൊരു 5 ദിവസം ഗ്യാപ്പ് അത് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സെമി. അപ്പോൾ ആ ഗ്യാപ്പുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ എല്ലാ പ്രാക്ടീസും കഴിഞ്ഞ് പെനാൾട്ടി
പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെനാൾട്ടി പ്രാക്ടീസ് ചെയ്തിട്ട് അത് സേവ് ചെയ്താലോ പുറത്തു പോയാലോ അയാളെ കൊണ്ട് പിന്നെ അത് അടുപ്പിച്ച് അത് ഗോളാക്കിയതിന് ശേഷം മാത്രമേ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് കയറാവൂ. പിന്നെ അതുപോലെ തന്നെ 2-3 ചാൻസ് മിസ്സാക്കുന്നതിൻ്റെ കൂടി നമ്മളാരും ആ മിസ്സാക്കിയ പ്ലെയറെ എന്തായാലും ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ടീമിന്റെ വിജയം. കാരണം നമ്മൾ അവരെന്തെങ്കിലും അവരെ മൈൻഡ് ഡൗൺ ആയ ടീം മൊത്തം ഡൗൺ ആവും. ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിമിഷങ്ങൾ ഈ ആദ്യ മത്സരം തൊട്ട് ഫൈനൽ വരെ ഉണ്ടായിട്ടുണ്ടോ? ഈ കളിയിലാണോ? ഈ കളി അത് ഞാൻ പറഞ്ഞ പോലെ ബംഗാളിന്റെ ഒപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കളിച്ചിട്ടില്ലേ? ഫസ്റ്റ് റൗണ്ട് 2 ഗോളിന് ജയിച്ച കളിയിൽ നമ്മൾ ആദ്യം 86-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. 1 ഗോൾ ലീഡായി. അവരപ്പോൾ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്കൊരു ഫ്രീ കിക്ക് കിട്ടി. ഒരു 90-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ അവർക്കൊരു ഫ്രീ കിക്ക് കിട്ടി. ആ ഫ്രീ കിക്ക് ഡയറക്റ്റ് ഒരു പ്ലെയർ അടിച്ച് ആ പ്ലെയർ നേരെ പോസ്റ്റിലേക്ക് സൈഡിൽ നിന്ന് അടിച്ചു. അത് സേവ് ചെയ്തത് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായി. കാരണം അത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗോളായിട്ടുണ്ടെങ്കിൽ 1-1 ഡ്രോ ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആ 1-1 ഡ്രോ ആയാലും പിന്നെ നമുക്ക് ചാൻസ് കുറേ ചെയ്യുന്നത് നമ്മൾ ജയിച്ചുകൊണ്ട് മാത്രം ആ സെമിയിലേക്കുള്ള ചാൻസ് കുറയും. അപ്പോൾ ആ ഒരു സേവ് എന്താ ക്രൂഷ്യലായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈനലിലെ ഒരു സേവ് ഫസ്റ്റ് ഹാഫിലുള്ള ഫൈനലിൽ ഇതുപോലെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ആദ്യത്തെ 45 മിനിറ്റിൽ ഇതേപോലെ അവർക്ക് ഒരു അവസരം കിട്ടി. ഒരു ഓപ്പണന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ ഡി ഏരിയൻ്റെ ഉള്ളിൽ കയറി 2 പ്ലെയറെ മടക്കി കയറി ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ചത്. എന്നുവെച്ചാൽ അടുത്തുനിന്നുള്ള അടിയായിരുന്നു. അത് എന്തോ ഭാഗ്യത്തിന് കൈവച്ച് ആ കൈക്ക് കൊണ്ട് ആ സേവ് എന്താ പറയുക പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള സേവ് ആയിരുന്നു. അപ്പോൾ അതും ക്രൂഷ്യലായിട്ട് ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു പരിശീലനം? അതായത് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു? പിന്നെ ഓരോ മാച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പിനുള്ള പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മള് ഇപ്പം മാർച്ച് 21-ന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു കോഴിക്കോട് സ്റ്റേഡിയത്തിൽ, EMS സ്റ്റേഡിയത്തിൽ. അപ്പോൾ അന്ന് തൊട്ടിട്ട് എല്ലാവരും ടീമിൻ്റെ അപ്പുറം എല്ലാവരും എത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ കേരള പ്രീമിയർ ലീഗ് മത്സരം 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോച്ച് അറിയാലോ, പ്രോ ലൈസൻസ് ആണ് കോച്ച്. ജിമ്മും അതുപോലെ തന്നെ ബീച്ച് വർക്കൗട്ടും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ടീമിന് കൊടുക്കുന്ന പ്രാക്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസം ഒരു ദിവസം ഫിനിഷിങ് ആണെങ്കിൽ തന്നെ അടുത്ത ദിവസം ഫിനിഷിങ് ആയിരിക്കും, പക്ഷെ ആ ഒരു ഈ ഗെയിം ആയിരിക്കുമല്ലോ അടുത്ത ദിവസത്തെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഓരോ പുതുമ ആയിരിക്കും കോച്ച് ഉൾപ്പെടുത്തുക. അപ്പോൾ മറ്റു കളിയുടെ കാര്യത്തിലാണെങ്കിൽ സ്റ്റേഡിയം എങ്ങനെയാണ്? ഏത് സ്റ്റേഡിയങ്ങളാണ്? ഇവിടുത്തെ സ്റ്റേഡിയങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ ഗുണങ്ങളായിട്ട് കണ്ട കാര്യങ്ങളും? അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല. എല്ലാ സ്റ്റേഡിയവും ഏകദേശം ഒരേപോലെ തന്നെ. പിന്നെ കൊൽക്കത്തയിലുള്ള എല്ലാ സ്റ്റേഡിയങ്ങളും നല്ല സ്റ്റേഡിയങ്ങളായിരുന്നു. ഗ്രാസ് കോർട്ടും അങ്ങനെ. കേരളത്തിൽ അങ്ങനെ ഗ്രാസ് കോർട്ടുകൾ കുറവാണ്, പ്രത്യേകിച്ച് കണ്ണൂര്. പിന്നെ കളിക്കാരനെന്ന നിലയിൽ കേരളത്തിലെ സ്റ്റേഡിയങ്ങൾ എങ്ങനെയാവണം എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹമോ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഏത് രീതിയിൽ ഉയരണം എന്നുള്ള? കേരളത്തിലല്ല, കണ്ണൂരിലെ സ്റ്റേഡിയങ്ങളെ കുറച്ച് പരിതാപകരമാണ്. കാരണം ഇപ്പം അറിയാമല്ലോ, ഞാൻ മാത്രമാണ് ഇപ്പം കണ്ണൂരിൽ നിന്ന് സന്തോഷ് ട്രോഫി കളിക്കാൻ 2-3 കൊല്ലമായിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ കളിക്കുന്നതിന് മുന്നേ ഒരു 10 കൊല്ലം മുന്നേ എല്ലാം കണ്ണൂരിൽ നിന്ന് 4-5 കളിക്കാർ കേരളത്തിന് കളിക്കുന്നുണ്ട്, അതേപോലെ ഇന്ത്യക്കും കളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അതില്ല. കാരണം സ്റ്റേഡിയങ്ങൾ വളരെ എന്താ പറയുക ഇല്ലാന്ന് തന്നെ പറയാം. നമുക്കിപ്പം കണ്ണൂരിലൊരു കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ടീമില്ല. ഇപ്പം നമ്മൾ ഇവിടെയുള്ള പ്ലേയേഴ്സിനെ ശ്രദ്ധിക്കണ്ടെങ്കിൽ തന്നെ ഓൾ കേരള കളിയിൽ പങ്കെടുക്കുന്ന എന്തെങ്കിലും ടീം വേണം. അതിന് കളിച്ചാലുള്ള പ്ലേയേഴ്സിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടീം കണ്ണൂർ ജില്ലയിലില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കാസർഗോഡും ഇല്ല. അപ്പോൾ അത് ഭയങ്കര ഇവിടുത്തെ കളിക്കാർക്ക് തങ്ങളെ കളി കേരളം മൊത്തം കാണിക്കാനുള്ള ഒരു അവസരം ഇല്ല. കുട്ടികൾക്ക് ഇല്ല. ഈ അക്കാദമീസ് ഉണ്ടെങ്കിൽ കൂടി നമ്മളിപ്പം പ്രൊഫഷണലായിട്ട് കളിക്കുന്ന എന്താ പറയുക ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഇപ്പം ഗോകുലം ഐ ലീഗ് ക്ലബ്ബാണ്. ഓക്കെ. പിന്നെ കേരള യുണൈറ്റഡ് ഉണ്ട്. അങ്ങനെ ഇപ്പം എറണാകുളത്ത് തന്നെ ഡോൺ ബോസ്കോ, അതുപോലെ തന്നെ മുത്തൂറ്റ് എന്ന് പറഞ്ഞ കുറേ ക്ലബ്ബുകൾ ഇപ്പം വന്നിട്ടുണ്ട്. അവരെ പോലെ ഒരു ക്ലബ്ബ് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേയേഴ്സിന് കുറച്ചൊരു. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പഴയ കാലത്തൊക്കെ ഒരുപാട് കളിക്കാരും ഉണ്ടായിരുന്നു, കുറേ പ്രാദേശിക ക്ലബ്ബുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ആ സൗകര്യങ്ങൾ കുറഞ്ഞു വരികയാണെന്നാണ് അഭിപ്രായം. എങ്ങനെയാണ്? ഇന്ന് ക്ലബ്ബുകളുണ്ട്, പക്ഷേങ്കിൽ എന്താ പറയുക അവര് കണ്ണൂർ തന്നെ ഒതുങ്ങി നിന്നു പോകുന്നു. കണ്ണൂർ ലീഗ് മാത്രം കളിച്ച് അവിടെ നിൽക്കുന്നു. പിന്നെ ഉള്ളത് SM കോളേജും പയ്യന്നൂർ കോളേജാണ്.
പിന്നെ അവർക്ക് പരിമിതികളുണ്ടല്ലോ, ഈ പ്രൊഫഷണൽ ലീഗൊന്നും കളിക്കാനുള്ള ഫണ്ടും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നേരത്തെ ഒരു വ്യത്യസ്തമായിട്ട് നേരത്തെ പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേണ്ടത്ര രീതിയിലുള്ള ശാസ്ത്രീയ പരിശീലനം കിട്ടാതെ പോകുന്നു എന്നുള്ളതല്ലേ. കുട്ടികൾ ഇപ്പം ഞാനെല്ലാം കളി തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള കളിക്കാരെ എല്ലാവരും വീട്ടിൽ നിന്ന് ചീത്ത പറയും, കളിക്കാൻ വേണ്ട, പഠിക്കും. പക്ഷെ ഇപ്പൊ അച്ഛനും അമ്മയും ഒരുമിച്ചിട്ടാണ് കുട്ടികളെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത്, തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫുട്ബോളിന് വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഈ ISL വന്നതോടുകൂടി. അതേപോലെ തന്നെ ഇപ്പോൾ കുറേ അക്കാദമികൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് ആ ഒരൊറ്റ ടൈമേ ഉള്ളൂ, അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇപ്പം ഒരു പ്ലെയർ ഉണ്ടാക്കി പിന്നെ മുന്നോട്ടേക്ക് ഉണ്ടാക്കി അവിടെ വിടുകയായിരുന്നു, പിന്നെ മുന്നോട്ടേക്ക് അവർക്കൊരു അവസരം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അത് തീർച്ചയായും വേണം. മത്സരം മുഴുവനായിട്ട് നടന്നതെന്ന് തോന്നുന്നു ഈ നോമ്പ് കാലത്ത്. അപ്പോൾ ഈ ഫൈനൽ മത്സരം കഴിഞ്ഞ് അന്ന് രാത്രി വന്ന വാർത്തകളും അതുപോലെ തന്നെ പിറ്റേന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ചെറിയ പെരുന്നാൾ സമ്മാനമായിട്ട് വലിയ അല്ലെങ്കിൽ കേരളത്തിന് വലിയ പെരുന്നാൾ എന്നൊക്കെ രീതിയിൽ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ നോമ്പ് കാലത്ത്? നേരത്തെ സൂചിപ്പിച്ചു അവരുടെ ഒരു സ്നേഹവും മറ്റ് കാര്യങ്ങളൊക്കെ ഈ കാണികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് എങ്ങനെയായിരുന്നു ആ ഒരു തീർച്ചയായും നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ തന്നെ ആണെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യുന്ന കുറേ ഏട്ടന്മാരെല്ലാം നോമ്പെടുത്തിട്ടാണ് നമുക്ക് സപ്ലൈ ചെയ്തത്. അവരെ സ്നേഹം എന്ന് വെച്ചാൽ അവർ നമുക്ക് വാരിക്കോരി തരും, എന്താ പറയുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ പോയാലാണെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും വീട്ടിൽ നിന്ന് എല്ലാവരും കളി കാണാൻ വന്നപ്പോൾ അവർക്ക് അവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങൾ അവർക്ക് കൊടുത്തു. അതിലൊരു പുതിയ അനുഭവമായി. കാരണം അതിൻ്റെ വീഡിയോ നമ്മളന്ന് ആ ബംഗാളിൻ്റെ പേരുള്ള കളി കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്നു, നിസ്കരിക്കുന്നു, എന്താ പറയുക, പുതിയൊരു അനുഭവമായി ഇതെല്ലാം. കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ പിന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ പരിശീലനത്തിലും മത്സരത്തിലൊക്കെ? പരിശീലനത്തിൽ അങ്ങനെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കളിയോട് അടുപ്പിച്ചാകുമ്പം കേരളത്തിൽ മഴ വരാൻ തുടങ്ങി. മഴ വന്ന് പക്ഷേ നമ്മളെ കളീൻ്റെ ഇടയ്ക്കൊന്നും മഴ പെയ്തില്ല. കളിക്ക് മുന്നേ കുറച്ച് ചെറുങ്ങനെ പെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഗ്രൗണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ബംഗാളിൻ്റെ ഒപ്പമുള്ള കളിക്ക് ബോൾ കുറച്ച് ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രാക്ടീസിലാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു കാലാവസ്ഥയിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു മത്സരത്തിന്റെ സമയത്ത് കാണികളിൽ നിന്നും മറ്റൊക്കെ കിട്ടിയ സപ്പോർട്ട് കിട്ടില്ല. മത്സരം കഴിഞ്ഞതിന് ശേഷം പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ഏത് രീതിയിലായിരുന്നു? അത് സംതൃപ്തി രീതിയിലായിരുന്നു? തീർച്ചയായും കളിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കളീൻ്റെ ദിവസം രാവിലെ തന്നെ നമ്മൾ ഷംഷീർ വാലിൽ എന്ന് പറയുന്ന ആൾ 1 കോടി കൊടുത്ത് പ്രഖ്യാപിച്ചു. പക്ഷെ അതൊന്നും നമ്മൾ ആദ്യം അറിഞ്ഞിട്ടില്ല. നമ്മൾ ഉച്ചയ്ക്ക് കളിക്കാൻ പോകുന്നതിന് മുന്നെയാണ് അതെല്ലാം അറിഞ്ഞത്. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചില്ല. പക്ഷെ ആൾ കളി കാണാൻ വന്നു, കളിയെല്ലാം കഴിഞ്ഞ് നമുക്കെല്ലാം കൈ തന്നിട്ടാണ് പോയത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ പാരിതോഷികമെല്ലാം പ്രഖ്യാപിച്ചു. പിന്നെ അതുപോലെ തന്നെ മീഡിയക്കാർ കുറേ ആൾക്കാർ സ്വീകരണം തന്നു. ഫുൾ ടീമിന് ഇപ്പം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ, ഓരോ ഡിസ്ട്രിക്റ്റിലെ ഫുട്ബോൾ അസോസിയേഷൻ സ്വീകരണം തന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പബ്ലിസിറ്റി ആയതുകൊണ്ട് കുറേ അനുമോദനങ്ങളും കുറേ അങ്ങനെ സ്വീകരണങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർക്കാർ നമ്മൾ 2018 കപ്പടിച്ചപ്പം 11 ആൾക്ക് ജോലിയില്ലാത്ത 11 ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം 15 ആൾക്കാരുണ്ട് ജോലിയില്ലാത്ത, അവർക്കും ജോലി കൊടുക്കുന്നുണ്ടായാലും വിചാരിക്കുന്നുണ്ട്. എന്തായാലും അവർ ഈ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായിരിക്കും, അതപ്പം കുറച്ച് തന്നെ എന്തായാലും പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. സന്തോഷ് ട്രോഫിയോ അതുമായി അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പ്രാരംഭ ഘട്ടത്തിലേക്ക് പോകും. എങ്ങനെയാണ് ഈ ഫുട്ബോളിലേക്ക് വരുന്നത്? ഇതിനോട് ചെറുപ്പം തൊട്ടുള്ള ഇഷ്ടമാണോ, അല്ലെങ്കിൽ ആരുടെയും ഒരു പ്രചോദനമോ, എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത്? ഫുട്ബോളിലേക്ക് കടന്നു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ബൂട്ടെല്ലാം കളിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ കളിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ മുന്നിൽ ഗ്രൗണ്ടാണല്ലോ, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഗ്രൗണ്ടിൻ്റെ മുറ്റത്താണ് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ബോളെല്ലാം കാണുമ്പോൾ എന്താ ചവിട്ടുകയും കളിക്കുകയും ചെയ്യും. പിന്നെ
ഏറ്റവും വലിയ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഫുട്ബോൾ പ്ലെയറാണ്, അച്ഛൻ ഗോൾ കീപ്പറാണ്. ചോദിക്കാനൊക്കെയായിരുന്നു. അച്ഛനും ഫുട്ബോൾ താരമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അച്ഛൻ കേരള പോലീസിന്റെ വേണ്ടിയിട്ടും കണ്ണൂർ പോലീസിന് വേണ്ടിയിട്ട് നിരവധി വർഷം കളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുന്ന വരെ ഞാൻ ഗോൾ കീപ്പറൊന്നുമല്ല, വിങ് ബാക്കോ വിങ് ഹാഫോ എല്ലാം കളിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ സ്പോർട്ടിംഗ് ബർഡ്സ് കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞ കോച്ചിങ് സെന്ററിൽ പോയി. അവിടെ ഒരു 3-4 ദിവസം ഇങ്ങനെ വിങ് ബാക്ക് കളിച്ചു. പിന്നെ ഞാൻ വെറുതെ അവിടുത്തെ കോച്ചിനോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഗോൾ കീപ്പർ നിൽക്കട്ടെ. ഞാൻ അപ്പം തന്നെ അന്ന് രാത്രി തന്നെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഗോളിയാൽ എങ്ങനെ ഉണ്ടാവും. അച്ഛനോട് അഭിപ്രായം ചോദിച്ചത്, നീ നോക്കാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അവിടുത്തെ കോച്ചിനോട് പറഞ്ഞു. അപ്പോൾ കോച്ച് വാന്ന് പറഞ്ഞിട്ട് എന്നെ പോസ്റ്റിന് എത്തിച്ചിട്ട് 2 ബോൾ ഇങ്ങനെ ഇട്ടാന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ കോച്ചിൻ്റെ മുഖത്തൊരു തൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ കോച്ച് പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഗ്ലൗസ് എല്ലാം ഇട്ട് പിന്നെ ഒരു പ്രോപ്പർ കീപ്പിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ടേ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അല്ലെ? അച്ഛൻ ഈ മേഖലയിലുള്ള ആള് തന്നെ ആയതുകൊണ്ട് തന്നെ മറ്റ് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. സപ്പോർട്ടിന് ഒരു കുറവുണ്ടായിട്ടില്ല. അച്ഛനിപ്പോൾ എവിടെ കളി ഉണ്ടെങ്കിലും അച്ഛൻ കളി കാണാൻ വരും. അതുപോലെ തന്നെ ആദ്യം ഞാൻ ഫുട്ബോൾ ഇല്ലെങ്കിൽ തന്നെ ഓട്ടം, ലോങ് ജമ്പ് അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിലാണെങ്കിലും ഡിസ്ട്രിക്ട് വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അച്ഛൻ കണ്ണൂർ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പോലീസ് ഗ്രൗണ്ടിലുള്ള മത്സരങ്ങൾ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഓട്ടം കാണാനും അതുപോലെ തന്നെ ലോങ് ജമ്പ് കാണാനും അച്ഛൻ വരും ആ സമയമാകുമ്പോൾ. അപ്പം ഭയങ്കര സപ്പോർട്ട് അച്ഛനും. വീട്ടിലെല്ലാവരും സപ്പോർട്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ചങ്ങായിമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെ. എങ്ങനെയായിരുന്നു പരിശീലനം ആദ്യഘട്ടത്തിൽ ഒരു താരമായി മാറുന്ന ആ ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? എവിടെയൊക്കെയാണ് പരിശീലനം? ഞാൻ പറഞ്ഞ പോലെ തന്നെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ തട്ടാൻ തുടങ്ങി. അപ്പോൾ നാട്ടിലെ കുറച്ച് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ബൂട്ടിട്ട് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എവർഗ്രീൻ മുഴപ്പിലങ്ങാടിന് അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് വലിയ ഏട്ടന്മാർ. അപ്പോൾ അവരെപ്പുറം ചെറിയൊരു അക്കാദമി പോലെ ടീമുണ്ട്. അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. അവിടെ പ്രമോദാട്ടൻ, അതുപോലെ തന്നെ നമ്മളെ കുറേ ഇവിടുത്തെ സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്, രാജുവേട്ടൻ, അതുപോലെ തന്നെ ലിജുട്ടേട്ടൻ, അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവരെല്ലാം പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ആയപ്പം നേരെ ഇവിടെ ക്യാച്ച് ദം കോച്ചിങ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ 2 ഏട്ടന്മാരുണ്ട്, രാജുവേട്ടനും ഷാനുവേട്ടനും. അവർ ഇവിടെ ബൂട്ടിടാതെ സ്കൂളിലെ കുട്ടിക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് തരാമെന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് വന്ന് അങ്ങനെ അതിലും പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രഘുവാൻ്റെ അടുക്ക പോയി, സ്പോർട്ടിംഗ് ബർഡ്സിൽ രഘു സാറിൻ്റെ ഒക്കെ പോയി. അവിടെ തന്നെ ഭരത് സാറുണ്ടായിരുന്നു, കേരളത്തിന് സന്തോഷ് ട്രോഫി കപ്പ് അടിപ്പിച്ച കോച്ചായിരുന്നു. ഭരത് സാർ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരും, ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വരും. അപ്പോൾ ഭരത് സാറിൻ്റെ കീഴിലും പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ SM കോളേജിൻ്റെ ട്രയൽസിലേക്ക് വന്ന് SM കോളേജിൽ നിന്ന്. അപ്പം ഭരത് സാറിനായിരുന്നു SM കോളേജിൻ്റെയും കോച്ച്. അപ്പം അങ്ങനെ ഫസ്റ്റത്തെ കൊല്ലം SM കോളേജിൽ കളിക്കാൻ പറ്റില്ല, 4 കീപ്പർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ കൊല്ലമാകുമ്പം എന്തോ ആരോ ഭാഗ്യം കൊണ്ട് ഭരത് സാറെ ഞാൻ കീപ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ 2ാമത്തെ കൊല്ലം മുതൽ ഇന്ന് വരെ ഞാൻ കളിച്ച എല്ലാ ടീമിൻ്റെയും ഫസ്റ്റ് കീപ്പർ ഞാനായിരുന്നു. ഒരാൾക്ക് അവസരം കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ SM കോളേജിൽ 3ാമത്തെ വർഷം KV ധനേഷ് സാറ് കോച്ചായിട്ട് വന്നു. ആ ഒരു 3ാമത്തെ വർഷം അതുപോലെ തന്നെ കോളേജിൻ്റെ ഇന്റർ കോളേജിട്ട് കളി ഉണ്ടായിരുന്നു, ഓൾ കേരള ഗോൾ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കളിച്ചപ്പം അതിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ ഞാനായി. അപ്പം അങ്ങനെ നമ്മൾ ബെസ്റ്റ് ഒരു 10-15 ആളെ കൂട്ടിയിട്ട് 2013 സന്തോഷ് ട്രോഫി ടീമുണ്ട് കേരള, അതുമായിട്ട് നമ്മൾ മാച്ച് കളിച്ചു. അതിൽ നമ്മൾ 2 ഗോളിന് ജയിച്ചു. അന്ന് എനിക്ക് നല്ല പ്രകടനം കാഴ്ച ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ. അപ്പോൾ അങ്ങനെ ഈഗിൾസ് FC എന്ന് പറഞ്ഞൊരു ടീമിലേക്ക്, എറണാകുളത്തുള്ള 2nd ഡിവിഷൻ ലീഗ് കളിക്കുന്ന ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതിൻ്റെ കോച്ച് മിൽട്ടർ സാറും രഞ്ജിത്ത് സാറ് പിന്നെ ഒരു സ്റ്റാൻലി റൊസാരിയോ എന്ന് പറഞ്ഞ ഇന്ത്യയിലെല്ലാം കോച്ചായ ആളാണ്. അവർ 3 ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കളിച്ചപ്പോഴാണ് ബാങ്കിലേക്ക് സെലക്ഷൻ ഉണ്ടായത്. പിന്നെ അവിടെ VP ഷായി സാറിൻ്റെ കീഴിൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ബാങ്കിൻ്റെ ടീമിലുണ്ട്. ബാങ്കിനിപ്പം SBT ആയപ്പോൾ നല്ല ടീം ഉണ്ടായിരുന്നു. SBI ആയപ്പം ഇപ്പം ടീമിന് കുറച്ച് ഇപ്പം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കുറച്ചായി. ടീമിൻ്റെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇല്ലാത്തൊരു നിലയിൽ ഇപ്പോൾ ടീമുള്ളത്. ഏതൊക്കെ ടീമിൽ വേറെ കളിച്ചിട്ടുണ്ട്? സന്തോഷ് ട്രോഫി അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ നാഷണൽ ഗെയിംസ് കേരള ടീം കളിച്ചിട്ടുണ്ട് 2014. പിന്നെ ഈഗിൾസ് FC കളിച്ച് ഫസ്റ്റ് കേരള പ്രീമിയർ ലീഗ് KPL ഫസ്റ്റ് തുടങ്ങിയിട്ട് ആ സീസണിൽ നമ്മളായിരുന്നു ചാമ്പ്യന്മാർ. അന്ന് ബെസ്റ്റ് കീപ്പർ ഞാനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2nd ഡിവിഷൻ ലീഗ് ഈഗിൾസ് FCക്ക് വേണ്ടി കളിച്ചു. അത് കഴിഞ്ഞ് ഈ കൊല്ലം 2nd ഡിവിഷൻ ലീഗ് കേരള യുണൈറ്റഡ് എന്ന് പറഞ്ഞ ടീമിൽ കളിച്ചു. സന്തോഷ് ട്രോഫിയിലൊക്കെ എങ്ങനെയാണ്? സന്തോഷ് ട്രോഫി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2013 കഴിഞ്ഞ് 2014 ബാങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി.
അങ്ങനെയാണ് ബാംഗ്ലൂർ അപ്പോയിൻമെന്റ് കിട്ടി. ആ കൊല്ലം കണ്ണൂരിന് ഡിസ്ട്രിക്ട് കളിച്ചു മലപ്പുറത്ത്. അങ്ങനെ അതിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ക്യാമ്പിലേക്ക് വന്നു. ആ ക്യാമ്പിൽ നിന്ന് 3 കീപ്പർ ഉണ്ടായിരുന്നു. ഞാൻ, അഖിൽ, അതുപോലെ തന്നെ പോലീസിന്റെ നിഷാദ്. അങ്ങനെ 3 കീപ്പർ ഉണ്ടാകും. 3 കീപ്പർ സെലക്റ്റായി. അതിനകത്ത് അങ്ങനെ അവസരം കിട്ടുന്നത്. അതിൽ ഒരു തവണ നായകനായി. ആ, ഒരാണ് 2020 നായകനായത്. അത് കോഴിക്കോടായിരുന്നു അതിന്റെ ഫസ്റ്റ് റൗണ്ട്. അന്നും കോച്ച് ഇപ്രാവശ്യത്തെ കോച്ചാണ് വിനോദ് ജോർജ്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ കോച്ച് സജീവ് ജോയ്, അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമ സാറ്. ഇവർ 3 തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ടീമിലെ പകുതി പ്ലേയേഴ്സും അന്ന് ഞാൻ ക്യാപ്റ്റനായ ടീമിൽ ഉണ്ടായിരുന്നു. 2 ചുമതല ഒന്നിച്ച് വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ഏതാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഫുട്ബോളിൽ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എപ്പം നമ്മളിപ്പോൾ സീനിയർ പ്ലേയേഴ്സ് എന്തായാലും ലീഡ് ചെയ്താലേ ടീമിന് ഗുണമുണ്ടാവുള്ളൂ. അതിപ്പം ക്യാപ്റ്റൻ ആണെങ്കിലും ഇപ്പം ആ കൊല്ലം ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ തന്നെ എന്നെ പോലെ തന്നെ സീനിയറായ അമ്പാടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജിജോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ടീമിന്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആണെങ്കിലും ഞാനും ജിജോവും രണ്ടാളും ഒരുമിച്ച് നിന്നിട്ടായിരുന്നു ഇതായത്. ഈ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. ഇനി എന്തെങ്കിലും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇനി ISL കളിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ബാങ്കിൽ ഇപ്പം ജോലി ഉള്ളത് കൊണ്ട് ISL കളിക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടിലാണ്. എന്തായാലും ശ്രമിക്കുന്നുണ്ട്. ഓഫർ വന്ന് എന്തായാലും ബാങ്കിൽ കൊടുത്തിട്ട് പറ്റുവാണെങ്കിൽ എന്തായാലും ISL കളിക്കും. കളീൻ്റെ ആ ഒരു നിലവാരം മാറുമല്ലോ. നമ്മളിപ്പം കളിച്ച പോലെ തന്നെ നല്ല പ്ലേയേഴ്സിൻ്റെ ഒപ്പം കളിക്കുക, നല്ല ഫെസിലിറ്റീസ് കിട്ടും. അപ്പോൾ അതെല്ലാം എന്താ പറയുക, അതെല്ലാം അനുഭവിക്കാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്ത സന്തോഷ് ട്രോഫിയിലും ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അടുത്ത സന്തോഷ് ട്രോഫിയിൽ സംശയമാണ്. എന്തായാലും ഞാൻ ഇപ്പം തീരുമാനിച്ചത് കളിക്കേണ്ടതാണ്. കാരണം ഒരാൾക്ക് ഗോൾ കീപ്പർ ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം പുതിയൊരാൾക്കൊരു അവസരം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ജോലീനെ കുറേ അധികം ഈ സർട്ടിഫിക്കറ്റ് നല്ലതാണ്. അപ്പം ഒരാൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ട് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. മറ്റൊരാൾക്ക് വഴിമാറി കൊടുക്കാന്നുള്ളതാണ്. അതന്നെ. പിന്നെ എന്തെങ്കിലും കോച്ചിന് ആവശ്യം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്തായാലും ഫിറ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും പോകും. എന്തായാലും ISL കളിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. കുടുംബത്തെ കുറിച്ച് അല്ലാണ്ട് ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിൽ അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് മുരളി. അമ്മ മൈജ കേട്ടി. ഇവിടെ മുഴപ്പിലങ്ങാട് സ്കൂളിൽ ടീച്ചറാണ്, മാത്സിൻ്റെ ടീച്ചറാണ്. വൈഫുണ്ട് ജോബിന. അതുപോലെ തന്നെ മോള് എത്രിയ. മോള് 2 വയസ്സ്. വൈഫ് വടകരയാണ് സ്ഥലം. B.Ed കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അനിയനുണ്ട്. അനിയൻ PG ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അനിയനും ഫുട്ബോൾ കളിക്കും. അനിയൻ SM കോളേജിൻ്റെ പ്ലെയറാണ്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞ് പിന്നെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു കയറുകയാണ്. ജോലിയിലേക്ക് കയറി. മത്സരം കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിയത്. ഫുള്ള് അനുമോദനവും സ്വീകരണവും എന്താ പറയാ. ഇപ്പൊ ജോയിൻ ചെയ്താലും നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയാണ്. കാരണം എല്ലാവരും വിളിക്കുമ്പോൾ ഇപ്പം പറ്റൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. മോശമല്ലേ? തിരക്കാണ് ഇപ്പൊ. കാരണം നിന്ന് തിരിയാൻ സമയമില്ല, വീട്ടിൽ നിൽക്കാൻ സമയമില്ല. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും. നേരത്തെ പറഞ്ഞ പോലെ ISL കളിക്കണം എന്നുള്ള ഈ ആഗ്രഹം എന്തായാലും സഫലമാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.